ചില പ്ലെയേഴ്സിന്റെ സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പോൾ കറന്റ് ജൂലിയൻ അൽവാരസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തം ഓഡിയൻസ് തന്നെ കൂക്കുവിളി കൊണ്ട്, അതിഭീകര കൂക്കുവിളി കൊണ്ട് പെട്ടിരിക്കുകയാണ് അൽവാരസ് എന്ന് പറയുന്നത്. ഇത് പുള്ളിക്ക് ക്ലബ്ബ് ലീവ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല സിറ്റുവേഷൻസുകൾ കാരണം പുള്ളിക്ക് ലീവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് ആ ഒരു ക്ലബ്ബിലാണെങ്കിൽ കുറേ അധികം കോൺട്രാക്റ്റുകൾ ബാക്കിയുണ്ട്. റിലീസ് ക്ലോസ് ആണെങ്കിൽ അതിഭീമമായ തുകയാണ്. ആ തുക കൊടുത്തിട്ടല്ലാതെ വേറെ ഏത് തുക കൊടുത്തിട്ടാണെങ്കിലും കൊടുക്കില്ല എന്നുള്ള രീതിയിൽ തൻ്റെ ടീം പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ആകെ ട്രാപ്ഡായി നിൽക്കുകയാണ്. പിന്നെ ആഴ്സണൽ ഇപ്പോൾ പുതിയൊരു ബിഡ് വെച്ചു ഈ ഒരു ജൂലിയൻ അൽവാരസിന് വേണ്ടി. അതെന്താണ്, അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സയ്ക്ക് അല്ല കൊടുക്കാൻ ഇത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ളത്, അപ്പോൾ ആഴ്സണലിന് കൊടുക്കുമോ എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ ഒരു ഒഫീഷ്യൽ തീരുമാനമായി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് മീൻസ് ജൂലിയൻ അൽവാരസിന്റെ ഒരു വില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാഴ്സ മേടിക്കുമോ? ഓക്കെ, സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബാഴ്സ മേടിക്കുമോ ഇല്ലേ എന്നുള്ള ചോദ്യം പലർക്കും വരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് റാഫീനിയ സ്പൈഡർമാൻ്റെ ഒരു സെലിബ്രേഷനൊക്കെ കാണിച്ച് ജൂലിയൻ അൽവാരസിനോട് കമോൺ, ജൂലിയൻ അൽവാരസിനും താല്പര്യമുണ്ട് ബാഴ്സലോട്ട് വരാൻ. അപ്പോൾ എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? ജൂലിയൻ അൽവാരസിന് വില ഇട്ടു, 150 മില്യൺ കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ വില ഇട്ടു. പക്ഷേ ബാഴ്സക്ക് കൊടുക്കുമോ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ജൂലിയൻ അൽവാരസിൻ്റെ ഒരു സിറ്റുവേഷനെ കുറിച്ച്, പിന്നെ എൻ്റെ കണ്ടന്റും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു, ഫുട്ബോൾ കാണുന്ന ഓഡിയൻസിന് വേണ്ടി. അപ്പോൾ ജൂലിയൻ അൽവാരസ് എന്ന് പറയുന്നത് ബാഴ്സലോട്ട് വിടാൻ താല്പര്യമുണ്ട്. കാരണം വേൾഡ് കപ്പിൽ ഓസ്ട്രിയക്ക് അഗെയിൻസ്റ്റുള്ള മാച്ച് കഴിഞ്ഞിട്ട് ജൂലിയൻ അൽവാരസിന്റെ ഇന്റർവ്യൂ ഓപ്പണായിട്ട് പറഞ്ഞിരുന്നു തൻ്റെ ട്രാൻസ്ഫർ ആണ് ഇനി തൻ്റെ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ ജൂലിയൻ അൽവാരസ് ഓപ്പണായിട്ട് പറഞ്ഞിരുന്നു. ദാറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജൂലിയൻ അൽവാരസിന് അത്ലറ്റിക്കോ മാഡ്രിഡ് ക്ലബ്ബ് വിടാൻ താല്പര്യമുണ്ട്. അപ്പോൾ ബാഴ്സലോണ പേഴ്സണലി ജൂലിയൻ അൽവാരസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ബാഴ്സലോണിലോട്ടാണ് ജൂലിയൻ അൽവാരസിന് പോകാൻ താല്പര്യം. ബാഴ്സലോണയാണെന്നുണ്ടെങ്കിൽ ലെവൻഡോസ്കി, ഫെറാൻ 2 സ്ട്രൈക്കേഴ്സും പോയി കിടക്കാണ്. അവർക്കൊരു സ്ട്രൈക്കറെ ആവശ്യമുണ്ട്. ജൂലിയൻ അൽവാരസ് ഈസ് ദ പെർഫെക്റ്റ് ചോയ്സ്. അവരുടെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ജൂലിയൻ അൽവാരസ് ആയിരുന്നു. പക്ഷേ അവർക്ക് അൽവാരസ് വെച്ച് ബാക്കി എല്ലാവരും കിട്ടി. ഗോർഡനെ കിട്ടി, അദ്യാമിനെ കിട്ടി, റോഡ്രിനെ കിട്ടി, വൺ ഓഫ് ദ എന്താ പറയുക ബിഗസ്റ്റ് ട്രാൻസ്ഫർ ആയിട്ടുള്ള റോഡ്രിനെ കിട്ടി. പിന്നെ മറ്റേ വേറൊരു പ്ലെയറും കൂടി ഉണ്ട്, ബിസ്വിയാന്ന് തോന്നുന്നു, ക്ലബ് ബ്രൂഗെ എന്നുള്ളൊരു പ്ലെയർ, ആ പ്ലെയറിനെ കിട്ടി. അപ്പോൾ ഇവരൊക്കെ കിട്ടി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജൂലിയൻ അൽവാരസിനെ മാത്രം കിട്ടില്ല. അവരുടെ മെയിൻ ടാർഗറ്റിൽ അൽവാരസിനെ മാത്രം കിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ദാറ്റ് പ്ലെയർ ഹാസ് കോൺട്രാക്ട് വിത്ത് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടാണ് കോൺട്രാക്ട് ഉള്ളത്. ചിരവൈരികളാണ് ഈ ഒരു ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ റൈവൽസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്ലെയറിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓൾറെഡി അന്റോയിൻ ഗ്രീസ്മാനെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും ബാഴ്സലോണോട് എത്തിച്ചുകൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നല്ല കരിയർ ഉണ്ടായിരുന്ന ഗ്രീസ്മാനെ ബാഴ്സലോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ കരിയറിന് ഒരു ഇടിവ് സംഭവിച്ചു. പിന്നെ വീണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡിലോട്ട് തിരിച്ചു പോവേണ്ടി വന്നു ഈ ഒരു അന്റോയിൻ ഗ്രീസ്മാനെ. സോ അത് ആലോചിച്ചിട്ടാണോ, അതോ ഇത്രയും കീ പ്ലെയർ ആയിട്ടുള്ള ഒരാളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണോ, അതോ ബാഴ്സലോണയെ നാണം കെടുത്താൻ വേണ്ടി മാത്രമാണോ എന്നറിയില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് നമ്മളിപ്പോൾ മീഡിയ വൺ സ്പോർട്സും കണ്ടിട്ട് ഒരു ഉദാഹരണം പറയുന്നത് ഞാൻ കേട്ടു. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ തന്നെ ഇഷ്ടമാണ്. ഓക്കെ, ആ പെൺകുട്ടിയെ പ്രണയത്തിലാണ് ആ പെൺകുട്ടിയുമായിട്ട്. അപ്പോൾ ഈ ചെക്കനാണെന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള, ആവറേജ് ഫാമിലിയുള്ള നാട്ടിലുള്ളതാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ വാപ്പാക്ക് അറിയാം ഈ ചങ്ങായിനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അറിയാം. അപ്പോൾ ആ സമയത്ത് ഇത് വീട്ടിൽ പറഞ്ഞ് ഈ ചെക്കൻ വന്നുകൊണ്ട് ഈ പെണ്ണിൻ്റെ വാപ്പാനോട് വന്ന് പറയാണ്, എനിക്ക് തങ്ങളുടെ മോളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അയാളുടെ വാപ്പാക്ക് ചിലപ്പോൾ ഒരു ഈഗോ അടിക്കും. ഇവൻ ഇത്രയും കാലം നടന്നത് നമ്മളെ മോനെ ഇങ്ങനെയാണോ കണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ചത്താലും നമ്മൾ ഈ അനക്ക് കെട്ടിച്ചേരില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ പെണ്ണിൻ്റെ വാപ്പാക്ക് നാട്ടിലുള്ളതായതുകൊണ്ട് ആ ഒരു മീഡിയ വൺ സ്പോർട്സ് പറഞ്ഞൊരു ഉദാഹരണം കേട്ടോ, ഞാൻ അവരുടെ കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സെയിം പരിപാടി തന്നെയാണ് എനിക്കും പേഴ്സണലി. എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി ആ ഒരു എക്സാമ്പിളും ഈ ഒരു സാധനം. എന്തൊക്കെ പറഞ്ഞാലും അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സലോണ കൊടുക്കില്ല. ചിരവൈരികൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ റൈവൽസ് ആയതുകൊണ്ട് തന്നെ ബാഴ്സലോണക്ക് കൊടുക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് താല്പര്യമില്ല. അൽവാരസിനാണെങ്കിൽ പോകാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് VRL വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ച് അൽവാരസിന്റെ പേര് പറഞ്ഞപ്പോൾ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ഒരു കൂക്കുവിളി നിങ്ങൾ കേൾക്കണം. അൽവാരസിന്റെ മുഖം കൂടിയും കാണിക്കണം. ഒരു പ്ലെയറിനെ അങ്ങനെ കൂക്ക് വിളിക്കാന്നൊക്കെ പറയുന്നത് ആസ് എ ഫുട്ബോൾ ഓടിയിൽ എനിക്ക് വലിയ താല്പര്യമുള്ള, എനിക്കൊട്ടും കണ്ടിക്കാൻ കഴിയേണ്ടത്. എനിക്ക് ജൂലിയൻ അൽവാരസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് പ്ലെയറാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ കളികളൊന്നും അങ്ങനെ അത്രയും കീപ്പായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പുള്ളി സിറ്റിയിൽ ആയിരുന്ന സമയത്ത് നമുക്ക് 2022 വേൾഡ് കപ്പ് ചാമ്പ്യനാണ്. അർജന്റീനയിലേക്ക് അടിപൊളിയായിട്ട് കളിച്ചു. പക്ഷേ സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഹാലണ്ട്.
പുള്ളി അൽവാരസ് ഒരു സ്ട്രൈക്കറാണ്, ഹാളണ്ട് ഒരു സ്ട്രൈക്കറാണ്. അപ്പോൾ ഹാളണ്ടാണ് പെപ്പിന്റെ എന്നത്തെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അൽവാരസ് എന്നും സെക്കൻഡ് പ്രയോറിറ്റി ആണ്. പക്ഷേ അൽവാരസ് അത്രയും ക്ലാസ്സുള്ള പ്ലെയറാണ്. പക്ഷേ പുള്ളിക്ക് വേറൊരു ഓപ്ഷൻ നോക്കേണ്ടി വന്നു. പെപ് ഗാർഡിയോള അന്നേ പറഞ്ഞതാണ്, നിനക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്കാണ് ഗുണം, അല്ലെങ്കിൽ നിനക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, അൽവാരസ് ചോയ്സ് എടുത്തു, തനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള വേറെ ഏതെങ്കിലും ടീമിലോട്ട് പോകാം. അങ്ങനെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഖ്യക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിലോട്ട് വന്നത്. 6 വർഷത്തെ കോൺട്രാക്ട് ഉണ്ട്, 2030 വരെ പുള്ളിക്ക് കോൺട്രാക്ട് ഉണ്ട്. 12.4 മില്യൺ പെർ ഇയർ വെച്ചിട്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സാലറി ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ 6 വർഷത്തെ കോൺട്രാക്ട് ഉണ്ട്. ഇപ്പോൾ 2026 ആയിട്ടുള്ളൂ, ഇനി 4 വർഷത്തെ കോൺട്രാക്ട് ബാക്കിയുണ്ട്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രയും വലിയൊരു ഹ്യൂജ് കോൺട്രാക്റ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ റിലീസ് ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ 500 മില്യണാണ്. അത് വേറെ ഏത് ക്ലബും ഈ അൽവാരസിന് വേണ്ടി മുടക്കും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ആഴ്സണൽ കളത്തിലോട്ട് വന്നിട്ടുണ്ട്. ബാഴ്സക്ക് എന്തായാലും 500 മില്യൺ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, 100 മില്യൺ അല്ലെങ്കിൽ പ്ലസ് 20 മില്യൺ ആഡ് ഓൺ അങ്ങനെയൊക്കെ ബാഴ്സക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വെക്കാനൊന്നും പറ്റില്ല. ബാഴ്സക്കാണ് ഈ പൈസ ചിലവഴിക്കുന്നതിൽ അതിൻ്റെതായുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുടേതായുള്ള ഇഷ്യൂ, അവരുടെ പേഴ്സണൽ മാറ്റർ, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ആഴ്സണൽ ഇപ്പോൾ കളത്തിലോട്ട് വന്നിട്ടുണ്ട്. ആഴ്സണലിൽ അവർക്ക് സ്ട്രൈക്കറെ വേണം. ഗ്യോക്കരീസ് അവർക്ക് പ്രതീക്ഷിച്ച പോലെയുള്ള പ്ലെയർ ആയിട്ട് കിട്ടിയില്ല എന്നൊക്കെ അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ പലതും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ക്ലാസ് സ്ട്രൈക്കർ ആവശ്യമുണ്ട്. അപ്പോൾ യൂലിയൻ അൽവാരസിനെ അവർ അപ്രോച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്. 150 മില്യൻ്റെ ഓഫർ അല്ലെങ്കിൽ 150 മില്യൻ്റെ വില അൽവാരസിന് വെച്ചത് ആഴ്സണലാണ്. ബാഴ്സണക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് കൊടുക്കില്ല. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ് 150 മില്യൺ തന്നു കഴിഞ്ഞാൽ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ബാഴ്സക്ക് കൊടുക്കില്ല, ആഴ്സണലിൽ കൊടുക്കാം. ആ ഒരു മനസ്സിലായി. ആഴ്സണലാണ് ഇപ്പോൾ കറന്റ് വെച്ചത് 100 മില്യൺ പ്ലസ് 20 മില്യൺ ആഡ് ഓൺ ആണ്, യൂറോയിലാട്ടോ. അതാണ് ഇപ്പോൾ കറന്റ് ആഴ്സണലിൽ വെച്ചത്. പക്ഷേ അതിനെന്തായാലും തരാൻ താല്പര്യമില്ല. 150 മില്യൺ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് ആഡ് ഓൺ ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. വിത്ത് ആഡ് ഓൺ ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 150 മില്യൺ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തരാം അൽവാരസിന്. പക്ഷേ അത് നോട്ട് ഫോർ ബാഴ്സലോണ. ബാഴ്സക്കാണ് മേടിക്കാൻ താല്പര്യം, യൂലിയൻ അൽവാരസിന് പോകാൻ താല്പര്യം ബാഴ്സലോണിലോട്ട്. അപ്പം അങ്ങനെ അൽവാരസ് ആകെ പെട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ലാസ്റ്റ് VRL-എതിരെ മാച്ച് കഴിഞ്ഞ സമയത്ത് 2-2 എന്നുള്ളൊരു സ്കോറിന് മാച്ച് ഡ്രോ ആയി. VRL 2 പെനാൽറ്റി കിട്ടി. ഇവിടെ സിമിയോണി പിന്നെ വേറെ ഒരാളും കൂടി ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഗോൾ സ്കോർ ചെയ്ത് 2-2 എന്നുള്ള സ്കോറിന് മാച്ചായി. മാച്ചിലോട്ട് തിരിച്ചു വന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻസിൻ്റെ സപ്പോർട്ട് കാരണം എല്ലാ കളിക്കാരും കൈയടിക്കാൻ പോയി, ഫാൻസിന് കൈയടിക്കാൻ പോയി, എക്സെപ്റ്റ് യൂലിയൻ അൽവാരസ്. ഡിയേഗോ സിമിയോണി പറഞ്ഞത് യൂലിയൻ അൽവാരസിനോട് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് പോലോ കൈയടിക്കാൻ കൊടുക്കണം. അങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ വായിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും വരുന്നുണ്ട്. ആ അൽവാരസ് പോയ പോക്ക് കാണാൻ നിങ്ങൾ അത് ആസ് എ ഫുട്ബോൾ ഓഡിയൻസ് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ റീസെൻ്റ്ലി എൻസോ ഫെർണാണ്ടസിനെയും ചെൽസിയുടെ ഓഡിയൻസ് ഭയങ്കര അതിഭീകര കൂക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ബാഡ്ജ് ഇട്ട് നടക്കുന്ന ഒരു പ്ലെയറാണ് ഇപ്പോൾ കറന്റ് യൂലിയൻ അൽവാരസ് അല്ലെങ്കിൽ എൻസോ ഫെർണാണ്ടസ് എന്ന് പറയുന്നത്. അവരെ കൂക്ക് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഈ റീസെൻ്റ്ലി ഞാനൊരു മെച്ചോർഡ് ഒരു റിപ്ലൈ ഞാൻ കണ്ടായിരുന്നു ഈ ചെൽസി എൻസോ ഫെർണാണ്ടസ് കേസിൽ. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും പോകുന്നത് സംഭവം ശരിയാണ്. ചിലപ്പോൾ മേ ബി സിറ്റിയിലോട്ട് എൻസോ ഫെർണാണ്ടസ് പോയേക്കാം, അല്ലെങ്കിൽ ബാഴ്സലോണിലോട്ട് യൂലിയൻ അൽവാരസ് പോയേക്കാം, അല്ലെങ്കിൽ ആഴ്സണലിലോട്ട് യൂലിയൻ അൽവാരസ് പോയേക്കാം. അത്രയും പോകുന്നത് കാലം വരെ പുള്ളി നമ്മുടെ ടീമിൻ്റെ പ്ലെയറാണ്. സോ അദ്ദേഹത്തെ കൂക്കി വിളിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥമില്ല, അത് ശരിയല്ല, അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഒരു മെച്ചൂർഡ് റിപ്ലൈ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഈ അടുത്ത് റീസെൻ്റ്ലി കണ്ടു. അതാണ് എനിക്കും പേഴ്സണലി അത് കണ്ടപ്പോൾ തോന്നുന്നത്. ആ ആളെ കൂക്ക് വിളിക്കുന്നത് പേഴ്സണലി ആ ഒരു പേഴ്സണലി അങ്ങനെ ഹേർട്ട് ചെയ്ത് കില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പുള്ളി ഇത് ആഫ്റ്റർ ഓൾ ഫുട്ബോൾ ദിസ് ഇസ് എ ബിസിനസ്. എന്തൊക്കെ പറഞ്ഞ കാര്യം ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ആൾക്കാരെ കൂക്കുന്ന കണ്ട് പിന്നെ എല്ലാവരും കൊണ്ട് കൂക്കുക. സ്റ്റേഡിയത്തിലുള്ള ഒരു കൂക്കുവിളിയൊക്കെ കാണണം. അയ്യോ, നമുക്ക് തേക്കല്ലേ വിനിയൊക്കെ മറ്റേ ഒരു എവേ മാച്ചിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല വിനിക്കൊരു ടൈപ്പ് കൂക്കുവിളികൾ, അതുപോലത്തെ ഒരു ടൈപ്പ് കൂക്കുവിളി. എന്തായാലും അൽവാരസിന്റെ സിറ്റുവേഷൻ ഇപ്പോൾ കുറച്ച് പെത്തറ്റിക്കാണ്. ബാഴ്സലോട്ട് പോകും, ആഴ്സണലിലോട്ട് പോകും, കുറച്ച് കാര്യങ്ങൾ. ബാഴ്സയിലോട്ട് പോകാനാണ് അൽവാരസിന് താല്പര്യം, അതാണ് പുള്ളിയുടെ ഡിസയർ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത്ലറ്റിക്കോ മാഡ്രിഡാണെങ്കിൽ ബാഴ്സലോണിലേക്ക് കൊടുക്കില്ല. നോക്കാം, സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അടുത്തുകൊണ്ടിരിക്കുകയാണ്, തീരാനായി നിൽക്കുകയാണ്. അപ്പോൾ അവസാന ദിവസം കുറേ ട്വിസ്റ്റുകൾ നടക്കുമോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. എന്നാലും പിന്നെ എൻ്റെ കണ്ടന്റും കാര്യങ്ങളും ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തോ. താങ്ക് യു സോ മച്ച്.